സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം തകർന്നു പോയ ഒരു ഭരണത്തിൽ തിരിച്ചടി നേരിടാൻ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ: വർഗീയത പറഞ്ഞ് വോട്ടു തട്ടിയെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് നായരും നായാടിയും മുതൽ നസ്രാണി വരെ ഒന്നിച്ച് മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് പിണറായി വിജയൻ ആഹ്വാനം ചെയ്യിപ്പിച്ചത്. എന്നാൽ ഇത് കേരളമല്ലേ? അല്പം ബുദ്ധിയൊക്കെ ഉള്ള ഒരു നാടാണ്. ഈ പിണറായി വിജയന്റെയും വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ഒക്കെ അഴിമതികൾ ഒളിപ്പിച്ചു വെക്കാനുള്ള വ്യഗ്രത എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതിലൊന്നും വീഴാൻ യഥാർത്ഥ നായന്മാരും ഈഴവന്മാരും ക്രൈസ്തവരും ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, ക്രൈസ്തവ സഭകൾ ഇപ്പോൾ ഇതാ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ആദ്യം പ്രസിദ്ധീകരിക്കൂ, എന്നിട്ട് മതി ഈ വീമ്പിളക്കലൊക്കെ എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് സീറോ മലബാർ സഭ സമ്മേളനം പിണറായിക്ക് നൽകിയിരിക്കുന്നത്. ശുപാർശകളെല്ലാം നടപ്പിലാക്കി എന്ന് പറയുന്ന ഈ സർക്കാർ ക്രൈസ്തവരെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ. ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഒരു ക്രൈസ്തവനും ഇതുവരെ അറിയില്ല. അതുകൊണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണമെന്ന അന്ത്യശാസനമാണ് ക്രൈസ്തവ സഭ പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല എങ്കിൽ അധികാരത്തിലെത്തുന്നവർ എടുക്കാൻ പോകുന്ന സമീപനം പ്രഖ്യാപിക്കണം. അതിനർത്ഥം UDF അവരുടെ സമീപനം വ്യക്തമാക്കണമെന്നുള്ളതാണ്. JB കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരും പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് 2 മാസമുള്ളപ്പോൾ വരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വർഗീയത മൈക്കിൽ കൂടി പറഞ്ഞ് ആളെ തമ്മിൽ തെറ്റിക്കുന്നതല്ലാതെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെടുക്കാനുള്ള ആംബിയർ ഒന്നും ഈ സർക്കാരിനില്ല. അതുകൊണ്ടാണ് സഭ വളരെ വ്യക്തമായി സൂചന നൽകുന്നത്: അടുത്ത വരുന്ന സർക്കാരിന്റെ മുന്നണിയെങ്കിലും അവരുടെ സമീപനം പറയണം എന്നുള്ള കാര്യം. UDF വന്നാൽ ഒരു സമുദായത്തിനും ഒരു മതത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. എങ്കിലും തിരഞ്ഞെടുപ്പായതുകൊണ്ട് സീറോ മലബാർ സഭ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് പിണറായി വിജയനോട് പറഞ്ഞിട്ട് ഇതുവരെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, ഒരു JB കമ്മീഷൻ റിപ്പോർട്ടും പറഞ്ഞ് അതിൽ അടയിരുന്ന് അത് പ്രസിദ്ധീകരിക്കാതെ ക്രൈസ്തവരെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനോടല്ല, ഇനി വരാനിരിക്കുന്ന സർക്കാരിനോടാണ് സഭ കാര്യങ്ങൾ പറഞ്ഞത്. വരാനിരിക്കുന്ന സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുക്കണം. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഇങ്ങനെ റൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ നൽകണം. അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ആനുകൂല്യങ്ങൾ ജനസംഖ്യ ആനുപാതികമായും നൽകണം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്നും അവരുടെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക നിയമനത്തിൽ സർക്കാർ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നതും ഒഴിവാക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. അതാണ് ക്രൈസ്തവ സഭയ്ക്ക് പറയാനുണ്ടായിരുന്നത്. ആവശ്യങ്ങൾ പറയൂ, അല്ലാതെ വെള്ളാപ്പള്ളിയെ വിട്ട് പിണറായി ചെയ്തതുപോലെ മുസ്ലിങ്ങളെ ആട്ടിപ്പായിക്കണമെന്നുള്ള വർഗീയതക്കൊന്നും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് വിവരമുള്ളവർ നൽകിയിരിക്കുന്ന സൂചന.